കെമിസ്ട്രീൻ്റെ 5ാമത്തെ ചാപ്റ്ററിൻ്റെ 3ാമത്തെ ഭാഗം, അവസാനത്തെ ഭാഗമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ നമ്മൾ ഇലക്ട്രോളിസിസ് എന്താണെന്ന് പഠിച്ചു, കഴിഞ്ഞ വീഡിയോയിലൊക്കെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഈ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു ലോ ക്വാളിറ്റി ആയിട്ടുള്ളൊരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റലിൻ്റെ കോട്ടിംഗ് വരുത്തുക. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇലക്ട്രോ പ്ലേറ്റിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് എ ലെയർ ഓഫ് വൺ മെറ്റൽ ഓൺ ടു അനദർ മെറ്റൽ ത്രൂ ഇലക്ട്രോളിസിസ്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രോളിസിസ് ഉപയോഗിച്ചിട്ട് ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റലിൻ്റെ കോട്ടിംഗ് വരുത്തുക. അതിനാണ് എന്താ പറയുന്നത്, ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് നടത്തുന്നതിന് നമുക്കതിനൊരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പാണ് സൈഡിൽ കാണിച്ച് ഡയഗ്രത്തിൽ കാണുന്നത്. അപ്പം അവിടെ നിങ്ങൾക്ക് കാണാം ബാറ്ററി, അതിനൊരു സ്വിച്ച്, പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് വരുന്ന ഒരു ഇലക്ട്രോഡ്, അതേപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്താണ്, ഒരു അയേൺ റിങ്ങാണ്. അയേൺ റിങ്ങാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണക്ട് ചെയ്ത ഇലക്ട്രോൺ എന്താ, കോപ്പറിൻ്റെ ഒരു പ്ലേറ്റാണ്. ഇവിടെ എടുക്കുന്ന സോൾട്ട് സൊല്യൂഷൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന സംഭവം എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ടെർമിനലുള്ള ഏതാണ് ഇലക്ട്രോഡ്, കോപ്പറിൻ്റെ പ്ലേറ്റാണ്. കോപ്പർ പ്ലേറ്റിൻ്റെ അകത്തുനിന്ന് കോപ്പർ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. അപ്പം ഈ ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എന്താ പേര് പറയുന്നത്, പോസിറ്റീവ് ടെർമിനൽ ആനോഡാണ് അല്ലേ. പോസിറ്റീവ് ടെർമിനൽ ആനോഡാണ്. അപ്പോൾ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തരാം. അതിൻ്റെ സിമ്പിളായിട്ടുള്ള എന്തൊക്കെയാണെന്ന്. അപ്പം അത് മനസ്സിലായില്ലെങ്കിൽ കാണാത്ത ആൾക്കാർ പ്രീവിയസ് വീഡിയോ കാണണം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പം ആനോഡിൻ്റെ അവിടെ നടക്കുന്ന എന്താണ്, ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താ, ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പം ഇവിടെ കോപ്പർ എന്ത് ചെയ്യുന്നുണ്ട്, കോപ്പർ 2 ഇലക്ട്രോൺസിനെ ലോസ് ചെയ്തിട്ട് Cu2 പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് എവിടെ കയറും, നമ്മളുടെ ഈ ലിക്വിഡിലേക്ക് വരും, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് വരും. എന്നിട്ട് അവിടെ നിന്ന് ഈ 2 ഇലക്ട്രോണും കോപ്പറും എവിടേക്ക് മൂവ് ചെയ്യുന്നുണ്ടാവും, കോപ്പർ 2+ ആണല്ലേ. അപ്പോൾ ആ കോപ്പർ 2+ പോസിറ്റീവ് എപ്പോഴെവിടെയൊക്കെയാണ് പോവുക, നെഗറ്റീവ് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററിയാണ് വരുന്നത്. നെഗറ്റീവ് ടെർമിനൽ എന്താ പറയുക, നമ്മൾ കാത്തോഡ് എന്ന് പറയും. അപ്പം ഞാനിതിന് എളുപ്പവഴി പറഞ്ഞിരുന്നത് കാത്തോഡ് കാർ എന്നുള്ളത്. കാത്തോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, റിഡക്ഷനാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ അയേണിൻ്റെ മുകളിൽ കോപ്പർ വന്ന് എന്ത് ചെയ്യും, അവിടെ ഡെപ്പോസിറ്റ് ആവും അല്ലേ. കോപ്പർ ഇവിടെ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനിൽ കൂടി ഇവിടെ വന്നിരുന്നത് ഡെപ്പോസിറ്റ് ആവും. അങ്ങനെ അയേൺ റിങ് എന്തായി മാറുന്നു, കോപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള, കോഡ് ചെയ്തിട്ടുള്ളൊരു കോപ്പറിൻ്റെ കോട്ടിംഗ് ഉള്ളൊരു റിങ് ആയിട്ട് മാറും. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് നടക്കുന്ന പ്രോസസ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ടു ബി കോട്ടഡ്, സാധാരണ നിങ്ങൾക്ക് MCQ ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. നമുക്ക് ഏത് ഒബ്ജക്റ്റിന് മുകളിലാണോ കോട്ട് ചെയ്യേണ്ടത്, അത് നമ്മൾ ഏത് ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്. അതായത് എന്താണ്, കാത്തോഡാണ്. ഓക്കെ, അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, റിഡക്ഷൻ ആണ്, ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അയൺ റിങ് നല്ല വൃത്തിയാക്കി, അവിടെ വഴുക്ക് കാര്യങ്ങളൊന്നും പാടില്ല, എന്നാൽ മാത്രമേ കോട്ടിങ് ക്ലിയർ ആവുള്ളൂ. പിന്നെ മെറ്റൽ വിച്ച് ഈസ് യൂസ് ഫോർ പ്ലേറ്റിംഗ്, ഏത് മെറ്റലാണോ നമ്മൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് മെറ്റലിൻ്റെ കോട്ടിംഗ് ആണോ നമുക്ക് ആ റിങ്ങിൽ വേണ്ടത്, അത് നമ്മൾ പോസിറ്റീവ് ടെർമിനലിൽ കോട്ട് ചെയ്യും, ആനോഡിൽ കോട്ട് ചെയ്യും, അല്ലെങ്കിൽ ആനോഡിൽ നമ്മൾ കണക്ട് ചെയ്യും ബാറ്ററീൻ്റെ. അങ്ങനെ ഏത് സാധനമാണോ, ഏതിൻ്റെ കോട്ടിംഗ് ആണ് നമുക്ക് വേണ്ടത്, അതിൻ്റെ തന്നെ സോൾട്ട് സൊല്യൂഷൻ എടുക്കണം ഇലക്ട്രോലൈറ്റായിട്ട്. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, ഇനി അപ്പോൾ ഞാനിവിടെ എഴുതി കാണിച്ചിരുന്നു. ആനോഡിൽ നടക്കുന്ന എന്താ, കോപ്പർ 2+ഉം കോപ്പർ അയോണായിട്ട് മാറും. 2 ഇലക്ട്രോണിനെ അത് ലോസ് ചെയ്യും. അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താണ്, ഓക്സിഡേഷനാണ്. കാഥോഡിൽ എന്ത് ചെയ്യും, കോപ്പർ ആ 2 ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ മെറ്റലായിട്ട് മാറും. അത് എവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യും, ഈ അയൺ റിങ്ങിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, കോപ്പർ 2 ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് നേരെ എവിടെ പോവും, ഇവിടെ അയൺ റിങ്ങിൻ്റെ മുകളിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. ഇതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, ഇനി വിച്ച് ഇലക്ട്രോഡ് ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഏത് ടെർമിനൽ ആണ്, ഏത് ആണ് നമ്മൾ ചോദിച്ചത് അല്ലേ. ഏതാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ കോപ്പർ വിച്ച് ഇലക്ട്രോഡ് ഇസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, ആനോഡ്. നമ്മൾ ഓൾറെഡി മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ആനോഡാണ് പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. വിച്ച് ഇലക്ട്രോഡ് ഇസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി, നെഗറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഇവിടെയാണ് അവിടെ കണക്ട് ചെയ്ത് എന്താണ്, കാത്തോഡാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി
അപ്പം ഇവിടെ നടക്കുന്ന എന്താ, ആനോഡിൽ കോപ്പർ അണ്ടർഗോസ് ഓക്സിഡേഷൻ ആൻഡ് എൻറ്റേഴ്സ് ഇൻ ടു ദ സൊല്യൂഷൻ ആസ് Cu2+ അയോൺസ്. അതേപോലെ കോപ്പർ അയോൺസ് ഫ്രം ദ സൊല്യൂഷൻ ആർ റെഡ്യൂസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് ദ അയൺ റിംഗ്. അയൺ റിങ്ങിൻ്റെ മുകളിൽ അവിടെ റിഡക്ഷൻ നടക്കും. അങ്ങനെ കാഥോഡിലാണ് നടക്കുന്നത്. അങ്ങനെ ആ റിങ്ങിൻ്റെ അയൺ റിങ്ങിൻ്റെ മുകളിൽ ആര് കോട്ട് ചെയ്യും, കോപ്പർ കോട്ട് ചെയ്യും. ക്ലിയർ ആയല്ലോ. ഇനി ഇലക്ട്രോളിസിസിൻ്റെ ഇലക്ട്രോപ്ലേറ്റിംഗ് കൂടാതെ വേറെ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ട് നോക്കാം. പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അപ്പം മെറ്റൽസിൻ്റെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ മെറ്റൽസിനെ നമ്മൾ ഓറുന്ന ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ ഓറാണ് കിട്ടുക. ആ ഓറിനെ പ്യൂരിഫൈ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് പല ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്തിട്ട് പ്യുവർ മെറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഡിയം പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്യുവർ മെറ്റൽ കിട്ടണമെങ്കിൽ അതിനെ കറണ്ട് പാസ് ചെയ്തിട്ട് ഇലക്ട്രോളിസിസ് തന്നെ ചെയ്യണം. പിന്നെ ചില നോൺ മെറ്റൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഇലക്ട്രോളിസിസ് ഉപയോഗിക്കും. ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ ഒക്കെ നമുക്ക് ഇതേപോലെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോളിസിസ് മാത്രമേ വഴിയുള്ളൂ. കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡൊക്കെ ലാർജ് സ്കെയിൽ നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു. കോപ്പറിൻ്റെ മുകളിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാനും സിൽവറിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും പ്ലേറ്റ് ചെയ്യാനും ഗോൾഡിൻ്റെ പ്ലേറ്റിംഗ് വരുത്താനൊക്കെ നമുക്ക് സാധിക്കുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് വഴിയാണ്. അതേപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് മെറ്റൽസ് നേരത്തെ പറഞ്ഞു. പ്രൊഡക്ഷൻ മാത്രമല്ല, ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഇമ്പ്യൂരിറ്റീസിനൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, നമ്മൾ ഇലക്ട്രോളിസിസ് ഉപയോഗിക്കും. മെയിൻലി കോപ്പർ, ഗോൾഡ് എക്സെട്ര അതിൻ്റെ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്. ഓക്കെ. ഇനി ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആസ് എനർജി സോഴ്സസ്. സെല്ല് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു സാധനമാണ് ഈ സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, കെമിസ്ട്രിയിലത്തെ സെൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന റിച്ച് വാച്ചിലും അതേപോലെ നമ്മൾ ടോർച്ച് യൂസ് ചെയ്യുന്ന അതിൻ്റെ അകത്തും ഒക്കെ എന്തുണ്ട്, ഈ സെൽസ് ഉണ്ട്. അപ്പം ഒരു സെൽ എന്ന് പറഞ്ഞാൽ എന്താ, കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുണ്ടാക്കുന്ന എനർജീനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് സെൽ എന്ന് പറയുന്നത്. എ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് ഹെൽപ്സ് ടു കൺവേർട്ട് ദ എനർജി റിലീസ്ഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് റിലീസ് ചെയ്യുന്ന എനർജിനെ ഡയറക്റ്റായിട്ട് ഇലക്ട്രിസിറ്റി ആക്കാൻ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, സെൽ എന്ന് പറയുന്നത്. സെൽസിന് രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. ഒന്ന്, നമുക്ക് ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലേ, സോഴ്സായിട്ട് ഇതിനെ ഉപയോഗിക്കാൻ പറ്റും, സോഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളുടെ വാച്ചും അതിൻ്റെ അകത്തൊക്കെ. അപ്പോൾ നമുക്ക് കറണ്ട് അല്ലെങ്കിൽ മെഷീൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെല്ലായിരിക്കും. ഓക്കെ, അതൊന്ന്. പിന്നെ നമ്മൾ ഇൻവേർട്ടർ, അതേപോലെ സോളാർ എനർജീനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററീസ് യൂസ് ചെയ്യും. അത് സ്റ്റോറേജ് ഡിവൈസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡഡ് ബൈ എക്സ്റ്റേണൽ സോഴ്സ്. സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇലക്ട്രിക്കൽ എനർജി നമ്മളുടെ ഉപയോഗത്തിന് വേണ്ടി സേവ് ചെയ്ത് വെക്കാൻ, സ്റ്റോർ ചെയ്ത് വെക്കാനും നമുക്ക് ഇത് ഉപയോഗിക്കും. അപ്പം രണ്ട് മെയിൻ ഫങ്ഷൻസ് എന്താണ്, ആസ് പോർട്ടബിൾ സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. രണ്ടാമത്തത് ആസ് സ്റ്റോറേജ് ഡിവൈസസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡഡ് ബൈ ആൻ എക്സ്റ്റേണൽ സോഴ്സ്, അല്ലേ. ഫോർ എക്സാമ്പിൾ ബട്ടൺ സെൽസ്, നമ്മുടെ വാച്ചിൻ്റെ അകത്തൊക്കെ കാണുന്ന ബട്ടൺ സെൽസും ഇലക്ട്രോണിക് വാച്ചിലൊക്കെ യൂസ് ചെയ്യുന്നതും, പിന്നെ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് സെൽസ് സോഴ്സസ് ഓഫ് എനർജിയാണ്. നമ്മളുടെ കാറിൻ്റെയൊക്കെ വൈപ്പറും അതേപോലെ തന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ബാറ്ററി വേണം. ആ കാറിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി നമ്മൾ വിളിക്കുന്നവർ ലെഡ് ആസിഡ് സെൽസ് എന്നാണ്. ഓക്കെ, ലെഡ് ആസിഡ് സെൽ അതൊക്കെ എന്താണ്, സോഴ്സാണ്, പോർട്ടബിൾ കൊണ്ടു നടക്കാൻ പറ്റുന്ന സോഴ്സസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. രണ്ടാമത്തത് ആസ് സ്റ്റോറേജ് ഡിവൈസസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി പ്രൊവൈഡഡ് ബൈ ആൻ എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക്കൽ വെഹിക്കിൾസൊക്കെ നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട്, റീചാർജ് ചെയ്യുന്നുണ്ട്. എമർജൻസി പവർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി നമ്മൾ ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. സോളാർ എനർജീനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വലിയ ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. അതും ഇത് രണ്ടാണ് നമ്മളുടെ സെൽസിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി ഈ സെൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് നമ്മളുടെ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും എന്ന് പറയുന്നത്. പ്രൈമറി സെല്ലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ വാച്ചിൽ ഉപയോഗിക്കുന്ന സെൽസ് അല്ലെങ്കിൽ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സെൽസ് അതൊക്കെ പ്രൈമറി സെല്ലാണ്. അതൊരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ചാർജൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റാത്ത സെൽസാണ് എന്ത്, പ്രൈമറി സെല്ല് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻവെർട്ടറിൻ്റെ ബാറ്ററി അതേപോലെ നമ്മുടെ മൊബൈലിൻ്റെ ബാറ്ററി നമുക്ക് കുറച്ച് കാലമെങ്കിലും റീചാർജ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സെൽസാണ് എന്ത്, സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. അപ്പം പ്രൈമറി സെൽസ് കനോട്ട് ബി റീചാർജ് ആൻഡ് റീയൂസ്ഡ്. എമർജൻസിയിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എറിയാനേ വഴിയുള്ളൂ. ഓക്കെ, ഡ്രൈ സെൽ എന്ന് പറയും. ഡ്രൈ സെൽ എന്താ, നമ്മളുടെ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സെൽസ്. ബട്ടൺ സെൽ, ടോർച്ചും കാൽക്കുലേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന സെൽസ്. ഓക്കെ, നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഡ്രൈ സെൽ എവിടെ യൂസ് ചെയ്യുന്നത്, ക്ലോക്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ടൺ സെൽ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്, വാച്ചസിൽ യൂസ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, ഇതാണ് നമ്മളുടെ ബട്ടൺ സെൽ എന്ന് പറയുന്നത്. ഇതിനെ ഡ്രൈ സെൽ എന്ന് പറയും, കാരണം അതിനകത്ത് ലിക്വിഡ് മാറ്റർ ഒന്നുമില്ല. പിന്നെ സെക്കൻഡറി സെൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ റീചാർജ് ചെയ്യാനും അഗെയിൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. വെഹിക്കിൾ ഓടിക്കൊണ്ടിരിക്കുമ്പം അതെന്താവും, റീചാർജ് ആവും. അതേപോലെ നിക്കൽ കാഡ്മിയം സെൽ നമ്മൾ ടോർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഫ്ലാഷ് ലൈറ്റ്സിൽ ഒക്കെ യൂസ് ചെയ്യുന്നത് സെക്കൻഡറി സെല്ലാണ്. സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഇൻവെർട്ടറൊക്കെ ഇതിൽ പെടുന്നതാണ്. ഇൻവെർട്ടറിൻ്റെ ബാറ്ററി കേട്ടോ, ഇൻവെർട്ടറിൻ്റെ ബാറ്ററി. ഇതാണ് ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ നിക്കൽ കാഡ്മിയം സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി ഇതിൻ്റെ അവസാനത്തെ ഭാഗത്ത് വരുന്ന ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്യൂവൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മളുടെ ഭാവി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയാം. ഓക്കെ, ഫ്യൂവൽ സെൽസ് എന്തുതന്നെയാണ്, ഗാൽവനിക് സെല്ലാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന ഒരു സെല്ല് തന്നെയാണ് ഫ്യൂവൽ സെല്ല് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ പ്രത്യേകത എന്താ വെച്ചാൽ അവിടെ യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് എന്ന് പറയുന്നത് ഹൈഡ്രജനോ മീഥേനോ മെത്തനോളോ ആവാം. അപ്പം അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ എനർജീനെ ഇതിനെ കമ്പഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനെ ബേൺ ചെയ്തിട്ട് കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന ഗാൽവനിക് സെല്ലാണിത് ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്ര കാലം അതിന് ഈ ഫ്യൂവൽ കൊടുത്തുകൊണ്ടിരിക്കുന്നോ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നോ അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി വളരെ വേസ്റ്റ് ഒന്നുമില്ലാതെ വളരെ ഹൈ എമൗണ്ട് ആയിരിക്കും. അതാണ് ഈ ഫ്യൂവൽ സെൽസിൻ്റെ പ്രത്യേകത. ഇതാണ് ഫ്യൂവൽ സെല്ലിൻ്റെ ഒരു മോഡൽ. ഹൈഡ്രജൻ്റെ ഫ്യൂവൽ സെല്ലാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ട് ഹൈഡ്രജൻ ബേൺ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് തന്നെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. അതായിരിക്കും പിന്നെ പവർ ചെയ്യുന്നത്. അപ്പം നോർമലി റോക്കറ്റ്സിലൊക്കെ സ്പേസ് സ്റ്റേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലാണ്. ഓക്കെ, അപ്പം ഇതോടെ നമ്മളുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഓൾ ഓഫ് യു.